ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ രക്തരൂക്ഷിതമായ ചരിത്രത്തിൽ ഗാസ മുനമ്പ് വീണ്ടും ഒരു മാനുഷിക ദുരന്തത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി തുടരുന്ന സംഘർഷം ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുകയും ഗാസയെ ഒരു തകർന്ന യുദ്ധഭൂമിയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ തത്വത്തിൽ സമ്മതം അറിയിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത്. ഹമാസ് ഈ കരാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ഇത് ഹമാസിന് നല്ലതാണെന്നും ട്രംപ് ഊന്നി പറഞ്ഞിട്ടുണ്ട്. വെടിനിർത്തൽ കാലയളവിൽ എല്ലാ കക്ഷികളുമായും ചർച്ചകൾ നടത്തുമെന്നും ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറും ഈജിപ്തുമാണ് അന്തിമ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുക. ജൂൺ 13 ഇറാനിൽ ഇസ്രായേൽ ബോംബാക്രമണം ആരംഭിച്ചതിന് ശേഷം ഗാസയിലെ സ്ഥിതി അതീവ രൂക്ഷമാണ്. വെറും 12 ദിവസത്തിനിടെ 860 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 549 പേര് മരിച്ചത് ഭക്ഷണ വിതരണ കേന്ദ്രത്തിലുണ്ടായ വെടിവെപ്പിലാണ്. നിരായുധരായ സാധാരണക്കാർ ഭക്ഷണത്തിനായി കാത്തുനിൽക്കുമ്പോൾ പോലും അവർക്ക് വെടിയേൽക്കുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ അന്വേഷണം നടത്താമെന്ന് ഇസ്രായേൽ പറയുന്നതും വ്യാപകമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 74 പേർ കൊല്ലപ്പെട്ടു. അതേസമയം ഖാൻ യൂനിസിൽ നടന്ന മറ്റൊരു സംഭവത്തിൽ 7 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കവചിത വാഹനത്തിൽ ഘടിപ്പിക്കുന്ന ബോംബ് പൊട്ടിയാണ് ഇവരുടെ മരണം സംഭവിച്ചത്. ഈ കണക്കുകൾ ഗാസയിൽ നടക്കുന്നത് ഒരു സാധാരണ സംഘർഷമല്ല, മറിച്ച് ഒരു കൂട്ടക്കൊലയ്ക്ക് സമാനമായ അവസ്ഥയാണെന്ന് വിളിച്ചോതുന്നുണ്ട്. യുദ്ധത്തിന്റെ കെടുതികൾക്ക് പുറമെ ശുദ്ധമായ വെള്ളം, ഭക്ഷണം, മരുന്ന്, പാർപ്പിടം എന്നിവയുടെ അതിരൂക്ഷമായ ക്ഷാമവും ഗാസയിലെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നുണ്ട്. 90% വരുന്ന ജനങ്ങളും പല തവണയായി പലായനം ചെയ്യേണ്ടി വരുന്നവരാണ്. ആശുപത്രികൾ തകർക്കപ്പെട്ടതും ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവവും മരണസംഖ്യ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നയങ്ങൾ ഈ സംഘർഷത്തിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. വർഷങ്ങളായി ഗാസ മുനമ്പിലെ ഹമാസിനെയും വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ അതോറിറ്റിയെയും തമ്മിൽ ഭിന്നിപ്പിച്ച് നിർത്തുക എന്നതായിരുന്നു നെതന്യാഹുവിന്റെ പ്രധാന നയങ്ങളിലൊന്ന്. പലസ്തീൻ അതോറിറ്റിയുടെ അധികാരം ദുർബലപ്പെടുത്തുകയും ഒരു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ഹമാസിലേക്ക് പണം എത്തുന്നത് അനുവദിക്കുകയും ഗാസൻ തൊഴിലാളികൾക്ക് ഇസ്രായേൽ ജോലി ചെയ്യാനുള്ള പെർമിറ്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് ഗാസയിലെ സാമ്പത്തിക സ്ഥിതിയെ ഒരു പരിധിവരെ താങ്ങി നിർത്താൻ സഹായിച്ചിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിന് മുൻപ് ഏകദേശം 20,000-ഓളം ഗാസക്കാർക്ക് ഇസ്രായേലിൽ ജോലി ചെയ്യാൻ അനുമതിയുണ്ടായിരുന്നു. ഹമാസിനെ നേരിട്ടോ അല്ലാതെയോ സാമ്പത്തികമായി സഹായിക്കുന്ന ഈ നയത്തിന് പിന്നിൽ പലസ്തീൻ വിഭാഗങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തുക എന്ന തന്ത്രം നെതന്യാഹുവിന് ഉണ്ടായിരുന്നുവെന്ന് ചില വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹമാസ് ശക്തിപ്പെടുന്നത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ തടയാൻ സഹായിക്കുമെന്നും അതുവഴി ഇസ്രായേലിന്റെ മേൽക്കോയ്മ നിലനിർത്താനാകുമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും ഒക്ടോബർ 7 ആക്രമണത്തോടെ ഈ നയതന്ത്രം പൂർണ്ണമായും പാളിപ്പോയെന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. ആക്രമണത്തിന് ശേഷം ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യം നെതന്യാഹുവിന്റെ സർക്കാർ പ്രഖ്യാപിച്ചു. ഇത് ഗാസയിൽ വലിയ തോതിലുള്ള സൈനിക നടപടികളിലേക്കും അതിഭീമമായ നാശനഷ്ടങ്ങളിലേക്കും നയിച്ചു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ്. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായതിനു ശേഷം പലസ്തീനികൾ കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ടി വന്നത് ഗാസയിൽ അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമായി. 1967 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ഗാസ മുനമ്പ് ഉൾപ്പെടെയുള്ള പലസ്തീൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. പിന്നീട് 2005 ഇസ്രായേൽ ഗാസയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയെങ്കിലും 2007 ഹമാസ് ഗാസയുടെ ഭരണം പിടിച്ചെടുത്തതിനു ശേഷം ഇസ്രായേൽ ഗാസയ്ക്ക് കടുത്ത ഉപരോധം ഏർപ്പെടുത്തി. ഈ ഉപരോധം ഗാസയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തു. 2008, 2009, 2012, 2014, 2021 എന്നീ വർഷങ്ങളിലും ഇസ്രായേൽ ഹമാസും തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടന്നിരുന്നു. ഓരോ തവണയും ആയിരക്കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ചെയ്തിരുന്നു. ഈ സംഘർഷങ്ങളുടെ എല്ലാം തുടർച്ചയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടറിയേണ്ടതാണ്. ഇസ്രായേൽ സർക്കാരിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഹമാസിന്റെ നിലപാടുകളും ഈ കരാറിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്നതാണ്. ഇസ്രായേലിന്റെ സുരക്ഷയും ബന്ദികളുടെ മോചനവും ഹമാസിന്റെ രാഷ്ട്രീയ ഭാവിയും പലസ്തീനികളുടെ അവകാശങ്ങളും തമ്മിൽ എങ്ങനെ ഒത്തുതീർപ്പാക്കുമെന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന് ഈ പ്രദേശത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ആവശ്യമാണ്. വെടിനിർത്തൽ എന്നത് ഒരു താൽക്കാലിക പരിഹാരം മാത്രമായിരിക്കും. യഥാർത്ഥ സമാധാനം കൈവരിക്കണമെങ്കിൽ സംഘർഷത്തിന്റെ മൂലകാരണങ്ങളായ അധിനിവേശം, ഉപരോധം, പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ നിഷേധിക്കൽ എന്നിവയ്ക്ക് പരിഹാരം കാണേണ്ടതുണ്ട്.
അന്താരാഷ്ട്ര സമൂഹം ഇതിൽ സജീവമായി ഇടപെടുകയും നീതിയുക്തമായ ഒരു പരിഹാരത്തിനായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.